സാർ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ലൈഫ് സ്റ്റൈല് മെച്ചപ്പെടുത്താനുള്ള വേറെ പ്രൊഡക്ട്സിനെ പറ്റി. അത് നമ്മുടെ ലൈഫിൽ ഒത്തിരി എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണെന്ന്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്. ഇനിയും കുറേ പ്രൊഡക്റ്റുകൾ നമ്മുടെ പൈപ്പ് ലൈനിൽ വരാനിരിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. പലപ്പോഴും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീനറിയാണ് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ളത്. ഹൃദയമൊക്കെ തന്നെ നമ്മൾ ജനിച്ച അന്ന് മുതൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ അവയവങ്ങളും ആ രീതിയിലേക്കാണ് വരുന്നത്. ഒരു കാറ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2000 കിലോമീറ്ററിൽ സർവീസ് ചെയ്യും, ഓരോ 10,000 കിലോമീറ്ററിൽ സർവീസ് ചെയ്യും. പക്ഷേ എത്രത്തോളം സർവീസിങ് നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇപ്പം പ്രത്യേകിച്ചും. കാരണം വേറൊന്നുമല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, നമ്മുടെ ഇപ്പോൾ പത്രങ്ങളിലല്ല ഫേസ്ബുക്കിലായിരിക്കാം നമ്മൾ ഈ ചർമ്മകോളങ്ങളൊന്നും നോക്കുന്നതിൽ ഫേസ്ബുക്കിലൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. ഏറ്റവും കൂടുതൽ 30-നും 50-നും ഇടയിലുള്ള ആളുകളാണ് മരണപ്പെടുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, അങ്ങനെയാണ് വരുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ 40 വയസ്സിനടുത്തേ ആയിട്ടുള്ളൂ. അമല മെഡിക്കൽ കോളേജിലേക്ക് പുള്ളി സ്വന്തമായിട്ട് കാർ ഡ്രൈവ്, എന്തോ ചെറിയൊരു അസ്വസ്ഥത കണ്ടിട്ട്, പക്ഷേ ആൾ തിരിച്ചു പോയത് ജീവനില്ലാതെ ആംബുലൻസിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തിന് ഭയങ്കര ഭീഷണി നേരിടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഹെൽത്തിലേക്ക് ആവശ്യമായിക്കൊണ്ടുള്ള സപ്ലിമെൻറ്റുകൾ നമ്മുടെ ശരീരത്തിലേക്ക് അനിവാര്യമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം ടോക്സിനുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നിരുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഘടകങ്ങൾ മതിയായിരുന്നു നമുക്ക് നോർമലായിട്ട് പോകാനായിട്ട്. സപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഭൂമി പൊല്യൂട്ടഡാണ്, ഭക്ഷണം പൊല്യൂട്ടഡാണ്, എയർ പൊല്യൂട്ടഡാണ്, വെള്ളം പൊല്യൂട്ടഡാണ്. സോ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വക വിഷയങ്ങളൊക്കെ തന്നെ. പിന്നെ കൊറോണ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രതിരോധ ശേഷിക്കൊക്കെ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ സപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അനിവാര്യമാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സകല അസുഖങ്ങളും വരുന്നത് നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് രൂപം കൊണ്ട് ഓക്സിഡേഷൻ സ്ട്രെസ്സിൽ നിന്നാണ്. അതായത് കോശങ്ങളുടെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ് ഈ ടോക്സിൻ്റെ ഒക്കെ തന്നെ ശരീരത്തിൽ വരുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട്. ഈ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, ഒരു കോശം അസ്ഥിരപ്പെട്ടു, പ്രോബ്ലം ഇല്ല. പക്ഷേ ഈ ഒരു കോശം അവിടെ വെറുതെ ഇരിക്കില്ല, മറ്റു കോശങ്ങളെ ആക്രമിച്ചിട്ട് ഇലക്ട്രോണുകൾ എടുക്കുമ്പോൾ ഒരു കോശം സ്ഥിരപ്പെടുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് 2 കോശങ്ങൾ ഫ്രീ റാഡിക്കൽസായിട്ട് മാറും. ഈ 2, 4 പിന്നെ 8 ആയിക്കൊണ്ട് ഇങ്ങനെ മാറുന്ന ഒരു പ്രവണതയാണ് നമുക്ക് ഓക്സിഡേഷൻ സ്ട്രെസ് ഉണ്ടാക്കുന്നത്. പണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ശരീരത്തിൽ തന്നെ രൂപപ്പെടുമായിരുന്നു, അതല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടും. ഇന്ന് നമുക്ക് വേണ്ടത്ര ആൻറ്റി ഓക്സിഡൻറ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഈ പച്ചക്കറികളിൽ തന്നെ ഇലവർഗ്ഗങ്ങൾ, ഇതൊരു 1 കിലോ മുതൽ 2 കിലോ വരെ പച്ചയ്ക്ക് കഴിക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമുക്കില്ല, ഓക്സിഡേഷൻ സ്ട്രെസ്സുകൾ നമുക്കുണ്ടായിരിക്കും. അപ്പം അത്തരത്തിൽ ഓക്സിഡേഷൻ സ്ട്രെസ്സുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ ഒരു എസൻഷ്യ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. സാധാരണ രീതിയിൽ ഇതിൽ 5 കണ്ടൻറ്റ് വരുന്നുണ്ട്. നമുക്കിത് മാർക്കറ്റിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് സപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 സപ്ലിമെൻറ്റ് വാങ്ങിക്കഴിച്ചാൽ മാത്രമാണ് പറ്റുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ലിപ്പോസോമൽ ടെക്നോളജിയിൽ നമ്മൾ ഒന്ന് COQ10 എന്ന് പറയുന്ന ഒരു കണ്ടൻ്റാണ് വരുന്നത്. ഇത് അതുപോലെ തന്നെ വിറ്റാമിൻ സി, അതുപോലെ തന്നെ കുർക്കുമിൻ, അസ്റ്റാക്സാന്തിൻ, സിലിമാരിൻ തുടങ്ങിയിട്ടുള്ളതിലാണ് ഐറ്റംസാണ് വരുന്നത്. ഇത് ലിപ്പോസോമൽ ടെക്നോളജിയിലാണ്. അതായത് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്നർത്ഥം. അപ്പോൾ സാധാരണഗതിയിൽ മാർക്കറ്റിൽ ആൻറ്റി ഓക്സിഡൻ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജ്യൂസൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ജ്യൂസ് നമ്മൾ പഴങ്ങളുടെ ചാറായ കാരണം കൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പഴങ്ങളുണ്ടെങ്കിൽ അത്യാവശ്യം കഴിച്ചാൽ മാത്രമാണ് എന്ത് കിട്ടുള്ളൂ, ആൻറ്റി ഓക്സിഡൻറ്റ് കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് പറയുന്നത്, ഇത് എക്സ്ട്രാക്റ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, അധികമൊന്നും വേണ്ടാന്ന് മാത്രമല്ല, ലിപ്പോസോമൽ ടെക്നോളജി ആയി കാരണം ഭയങ്കരമായിട്ട് എഫക്റ്റും കിട്ടും. ഞാൻ നേരത്തെ 5 കണ്ടൻറ്റുകൾ പറഞ്ഞു. ഈ 5 കണ്ടൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുവിധം എല്ലാ ദോഷങ്ങളേനും, അതായത് പ്രമേഹം, കൊളസ്ട്രോള്, ബ്ലഡ് പ്രഷർ, ക്യാൻസർ, ഹൃദയസ്തംഭനം തുടങ്ങിയിട്ടുള്ള വന്ധ്യത തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ചെറുക്കാനായിട്ട്
സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഞാൻ വീണ്ടും പറയണു, ഇതൊന്നും ഒരു മെഡിസിൻ അല്ല, പക്ഷെ നമ്മുടെ ശരീരത്തിനെ പ്രതിരോധിക്കാനായിക്കൊണ്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ ആ രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിലും ഈ 5 ഘടകങ്ങൾക്കും കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5ഉം ചർമ്മത്തിന് ഗുണകരമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു 2 ആഴ്ചയൊക്കെ കഴിക്കുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിന് ഇതിൻ്റെ ഒരു ഗുണം കൂടി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ എക്സ്റ്റേണൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും ഇത് ഇൻറ്റേർണലായിട്ട് കൂടി നമുക്ക് കിട്ടുന്നു എന്നർത്ഥം. അപ്പോൾ ഇത് രണ്ടും കൂടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നർത്ഥം. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ഫേസ് ക്രീമിൻ്റെ മാത്രമാവില്ല, ഇതും കൂടി ആയിരിക്കണം. വൈഫിനാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ റിസൾട്ടുകളാണ് ആൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആളുടെ ഓർമ്മയിലുള്ള സമയത്ത് മുഴുവൻ കഴുത്തിൻ്റെ ബാക്ക് സൈഡിൽ ഭയങ്കര ഡാർക്കായിരുന്നതെന്ന് മാത്രമല്ല അത്യാവശ്യം കട്ടിയുള്ള തയമ്പ് പോലെയുള്ള ഒരവസ്ഥയായിരുന്നു. അമ്മ ഒരുപാട് കാര്യങ്ങൾ അത് മാറ്റാനായിട്ട് ചെയ്തിട്ടും നേരെയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു മാസം കഴിയുന്നതിനെക്കാട്ടി മുന്നേ അവിടെ അതില്ല. ഞാൻ നോക്കിയിട്ട് പറയാണ് ഇത് എവിടെ പോയി എന്ന് പറയുമ്പോഴാണ് നമ്മൾ കണ്ടത്. അപ്പോഴാണ് ഞാൻ ടോട്ടലി ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണ് എന്ന് പഠിക്കാൻ നോക്കണത്. ആ പഠിച്ചപ്പോഴാണ് ഈ 5 കണ്ടൻറ്റ് എന്തിനുള്ളതാണ്, ഇതിൻ്റെ സ്കിന്നിനുള്ളതാണ് എന്ന രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ സ്കിന്നിന് ഒക്കെ തന്നെ പ്രോബ്ലം ഉള്ള ആളുകൾക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് റിസൾട്ട്. സ്കിന്ന് മാത്രമല്ല, അത് കഴിഞ്ഞപ്പോഴാണ് ആർത്രൈറ്റിസ്, സന്ധിവാതം പോലുള്ള സംഗതികളുണ്ടല്ലോ, ഇതൊക്കെ തന്നെ ഇതൊന്നും അറിഞ്ഞിട്ടല്ല നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷെ വൈഫിൻ്റെ കയ്യിന് കാലങ്ങളായിട്ട് മടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അടുക്കളയിലൊക്കെ തന്നെ ആകുമ്പോൾ ചൂടുള്ള പാത്രങ്ങളൊക്കെ പിടിക്കാൻ ഭയങ്കര പേടിയാണ്. ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് ആയുർവേദം കാണിച്ചു. അപ്പോൾ അവിടെ വല്ലാണ്ട് പേടിപ്പിച്ചു. കാരണം ഇതൊക്കെ മുരടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ ആവുമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇമ്പ്രൂവ് ചെയ്യാനായിക്കൊണ്ട് പറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ കൈ മടക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുകയാണ് എന്താണ് ഇതിൽ നിന്ന് ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ 5 കണ്ടൻറ്റുകളിൽ ചിലതൊക്കെ തന്നെ സന്ധിവാദത്തിനും സന്ധിവേദനയിനൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ സഹായകരമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമ്മളതിനെ എന്താ പറയുക, ലൈഫിൽ പല കാര്യങ്ങൾ, ഇപ്പം എൻ്റെ കണ്ണിൻ്റെ കണ്ണട ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ കാഴ്ച ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നതാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി ആയിരുന്നു. ഈ കണ്ണിൻ്റെ ഒരു 85% കാഴ്ച നഷ്ടപ്പെട്ടു. കോയമ്പത്തൂർ അരവിന്ദിലാണ് ട്രീറ്റ് ചെയ്യണത്. ഇതിൽ ലേസർ അടിക്കാൻ എളുപ്പമല്ല. ഇതിൽ 2 തവണ ലേസർ അടിച്ചിട്ട് ഇതിൽ മരുന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതാവുകയാണ്. ഒരു 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം ടാബ്ലറ്റ് തന്നിട്ടുള്ളത് വിറ്റാമിൻ സി ആണ്. കഴിഞ്ഞ ഒരു മാസം അത് കഴിച്ചതിന് ശേഷം ഞാൻ 16-ാം തീയതി ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ വായിപ്പിച്ച ആ ഒരു ആ ലേഡിക്ക് സംശയം എന്നോട് ചോദിച്ചു എന്തായിട്ടാണ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ കണ്ണ് ബ്ലീഡിങ് ആയിട്ട് കാണാൻ പറ്റാത്ത രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നു. നോർമലായി പോലെ ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചെന്ന് വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ബ്ലീഡിങ് വരാതിരിക്കാനായിട്ട് നമുക്ക് ലേസർ ഒന്നുകൂടി കൃത്യമായിട്ട് ചെയ്യാം. 30-ാം തീയതി ലേസറിനേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണ്, വിറ്റാമിൻ സി ലിപ്പോസോമലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നതിനേക്കാൾ അപ്പുറത്ത് വിറ്റാമിൻ സി നല്ല രീതിയിലേക്ക് എൻ്റെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്ത കാരണം കൊണ്ടായിരിക്കാം. വിറ്റാമിൻ സി നമ്മുടെ രക്തക്കൊഴലുകളതിനൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്കിന്നിനെ മാത്രമല്ല, നല്ല രീതിയിലേക്കുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. ഇനി എന്താ പറയുക, ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഫർദറായിട്ടുള്ള കാര്യങ്ങൾ വരിക. കാരണം ഈ ഒരു കണ്ടൻറ്റ് വെച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ് ഇതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഉപയോഗിച്ച ആളുകളാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ തന്നെ ജനിച്ച അന്ന് മുതൽ ഇവിടെ ഒക്കെ തന്നെ ഒരു ഡാർക്ക് സർക്കിളുള്ള ഒരു കക്ഷിയുണ്ട്. ആളുടെ അടയാളം തന്നെ അത് പറഞ്ഞിട്ടാണ് പറയാമെന്നാണ് പറയണത്. അവർക്കൊക്കെ തന്നെ ഹൈ ആയിക്കൊണ്ടുള്ള ഇതില്ല, ഇപ്പോൾ അടയാളം പറഞ്ഞ ആളെ തിരിച്ചറിയില്ല എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് വരുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ പറയണു, ഇത് ഈ പറയുന്ന കാര്യങ്ങളെ നമുക്ക് എന്താ പറയുക, പ്രതിരോധിക്കാനും നമ്മുടെ ഇത് ആൻറ്റി ഓക്സിഡൻ്റ് എന്നുള്ള രീതിയിലേക്ക് ഓക്സിഡേഷൻ സ്ട്രെസ് കുറയ്ക്കാനൊക്കെ തന്നെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അസുഖങ്ങളുള്ളവരെന്താണ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ വേറെ രീതിയിൽ ചെയ്യുക തന്നെ വേണം. നമുക്കിതൊരു സപ്പോർട്ടിങ് ആയിക്കൊണ്ട് സപ്ലിമെൻ്റ് ചെയ്യാതെ മാത്രമേ ഉള്ളൂ. അതുപോലെ ഇതൊരു ഓവറോൾ ഹെൽത്തിന് ഗുണകരമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. 42ഓളം ആയുർവേദ കണ്ടൻ്റാണ്. ശ്രദ്ധിക്കുക, 42ഓളം ആയുർവേദ കണ്ടൻ്റാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ടോട്ടൽ ഹെൽത്തിന് ഗുണകരമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ദശമൂലം എന്നൊക്കെ തന്നെ പറയില്ലേ, ആ ദശമൂലക്കൂട്ട്, ആ കൂട്ടിലുള്ള 10 കണ്ടൻറ്റ് ഇതിലുണ്ട്. ബാക്കിയുള്ളതാണ് 32 എണ്ണം വരുന്നത്. അപ്പോൾ ഇതിന് ഓവറോൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിക്കൊണ്ട് ഹാർട്ടിൻ്റെ, ദഹനത്തിൻ്റെ, മൂത്രാശയം, ലിവർ, അങ്ങനെയുള്ള ശ്വാസകോശം, ഇതിനൊക്കെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അതുമാത്രമല്ല
ഇത് ഒരു 40+ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും വരുന്ന ഒരു ലൈംഗിക വിരക്തി അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ, അതുപോലെ തന്നെ സ്ത്രീകളിലെയും പുരുഷന്മാരിലെയും ഒക്കെ തന്നെ പ്രത്യുൽപാദനക്ഷമത ഇമ്പ്രൂവ് ചെയ്യാനായിക്കൊണ്ട് സ്ത്രീകളിലെ ആർത്തവ പ്രശ്നങ്ങൾ, പുരുഷന്മാരുടെ ബീജത്തിൻ്റെ ക്വാളിറ്റി, അങ്ങനെ വിവിധ കാര്യങ്ങളിലേക്ക് ഗുണകരാവുന്ന ഒരു പ്രൊഡക്റ്റാണ് വരുന്നത് മാർക്കറ്റിൽ. പക്ഷേ ഇതൊരു സെക്സ് എൻഹാൻസർ എന്നുള്ള രീതിയിലേക്കാണ് ഇതിൻ്റെ റിസൾട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾ ഇതിപ്പോൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് കേവലം ഒരു സെക്സ് എൻഹാൻസർ അല്ല, ഇത് ടോട്ടൽ ഓവറോൾ ഹെൽത്തിന് വരാവുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു കോൺഫിഡൻറ്റ് ലൈഫ് എന്ന് പറയുന്നത്.